ഈയൊരു നാട് വളരെ വ്യത്യസ്തത നിറഞ്ഞ ഒരു നാടായിരുന്നു. കാരണം ഇവിടെയുള്ള ഒരാൾക്ക് പോലും തലയില്ലായിരുന്നു. തലയില്ലാത്ത ഒരാൾ അവിടെ ബ്ലൈൻഡ് എന്ന് പറഞ്ഞ് കണ്ണു കാണാത്ത ആളെ പോലെ ഭിക്ഷ യാചിക്കാൻ ഇരിക്കുന്നു. മറ്റൊരാളാണെങ്കിൽ തലയില്ലാതെ ബാങ്കിൽ നിന്ന് ക്യാഷ് എല്ലാം കൊള്ളയടിച്ചു പോകുന്നവരുടെ ആ കണ്ണു കാണാതില്ലെന്ന് പറഞ്ഞിരുന്ന ആളുടെ കാല് തടിഞ്ഞ് അവിടേക്ക് വീഴുന്നു. അപ്പോൾ അയാൾ തോക്കെടുത്ത് അവിടെ ഉണ്ടായിരുന്ന നിരപരാധികളായ ആളുകളെ എല്ലാം വെടിവെച്ച് കൊല്ലുന്നു. ഈ നാട്ടിൽ തലയില്ലാത്ത ആളുകളുടെ ഇടയിൽ തലയുള്ള ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരുടെ എല്ലാം പ്രവൃത്തികൾ കണ്ട് തലയുള്ള ആ മനുഷ്യൻ നോക്കി നിന്നു. വാഹനങ്ങൾക്ക് തലയില്ലാത്ത ആളുകൾ ഓടിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ബസ് അവിടെ ഉണ്ടായിരുന്ന ഒരു ലൈറ്റിൽ കൊണ്ടുപോയി ഇടിക്കുന്നു. പിന്നീട് അവൻ ഇതൊക്കെ കണ്ട് അന്താടിച്ച് നിൽക്കുമ്പോൾ പിറക്കിൽ നിന്നും അറിയാതെ ഒരു തലയില്ലാത്ത ഒരു പെൺകുട്ടിയുമായി കൂട്ടിയിടിക്കുന്നു. പെൺകുട്ടി അവനെ തൊട്ട് നോക്കാനൊക്കെ തുടങ്ങി. ഇത് കണ്ട് അവൻ അവിടെ നിന്ന് വേഗം എസ്കേപ്പായി. പിന്നീട് അവൻ അവന്റെ ജോലിയിൽ മുഴുകി. ജോലികളെല്ലാം കഴിഞ്ഞ് ജനാലിന്റെ പുറത്തുകൂടി അവന്റെ നാട് നിരീക്ഷിച്ചപ്പോൾ അവിടെയുള്ള ആർക്കും തലയില്ലായിരുന്നു. തലയില്ലാത്ത ആളുകളെ അവൻ നോക്കിക്കൊണ്ടേയിരുന്നു. ഉള്ള ഓരോരുത്തരും കണ്ണു കാണാതെ എങ്ങനെയൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ തലയില്ലാത്ത ആളുകൾ ഓടിക്കുന്ന വാഹനമായത് കൊണ്ട് രണ്ട് വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു. എന്നിട്ട് തലയില്ലാത്ത ഒരാൾ മുടികൾ വിൽക്കാൻ വെച്ച ഒരു കടയിൽ ചെന്ന് അതിൻ്റെ ഡോർ തുറന്നു നോക്കുന്നു. പക്ഷെ അത് ക്ലോസ് ആയി കിടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ അവൻ വീണ്ടും നടന്നു പോകുമ്പോൾ ആ പെൺകുട്ടിയെ കണ്ടുമുട്ടി. ആ പെൺകുട്ടി അവനെ വീണ്ടും തൊട്ടു നോക്കി. പിന്നീട് അവർ രണ്ടുപേരും ഇഷ്ടത്തിലായി. അവർ രണ്ടുപേരും ഒരുമിച്ച് സിനിമയ്ക്ക് പോയി. സിനിമ തലയില്ലാത്തവരുടെ സിനിമയായിരുന്നു. സിനിമ കണ്ടുകൊണ്ടിരിക്കെ തലയും വാഴൊന്നും ഇല്ലാത്തത് കൊണ്ട് പോപ്കോൺ തിന്നുകൊണ്ടിരിക്കുന്ന അയാളുടെ തലയില്ലാത്ത ഭാഗത്തേക്ക് പോപ്കോൺ ഇട്ടുകൊടുക്കുന്നു. അങ്ങനെ അവിടെ എങ്ങാനും നിറഞ്ഞിരിക്കുന്നു പോപ്കോൺ. പിന്നീട് തലയില്ലാത്ത ഒരാൾ തിയേറ്ററിൽ കാല് തന്നെ വീഴുന്നു. പിറ്റേ ദിവസം അവൻ വീണ്ടും പണിയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും അതുതന്നെയായിരുന്നു അവസ്ഥ. കാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു. തലയില്ലാത്ത മനുഷ്യന്മാർ തമ്മിൽ കൂട്ടിയിടിച്ച് മരിക്കുന്നു. കണ്ണ് കാണാത്ത അയാൾ വണ്ടി ഇടിച്ച് മരിക്കുന്നു. ഇതൊക്കെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പിറ്റേ ദിവസം അവൻ ഒരു ഫ്ലവറും എടുത്ത് തലയില്ലാത്ത തൻ്റെ കാമുകിക്കായി കൊണ്ടുപോയി കൊടുത്തു. അവർ രണ്ടുപേരും ഇഷ്ടത്തിലായി. അങ്ങനെ തലയില്ലാത്ത അവൻ്റെ കാമുകി തലയുള്ള അവൻ്റെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ എത്തി തലയുള്ള കാമുകനെ തൊട്ടു നോക്കിയപ്പോൾ അവൻ്റെ തല കണ്ട് കാമുകി പേടിച്ച് അവിടെ നിന്നും ദൂരേക്ക് ഓടിച്ചെന്നു. ഇത് കണ്ട് തലയുള്ള അവൻ വളരെ സങ്കടത്തോടു കൂടി പുറത്തേക്ക് നോക്കി നിന്നു. ഒരുപാട് നേരം നോക്കി നിന്നപ്പോൾ അവനൊരു ബുദ്ധി തോന്നി. അവൻ്റെ മെഷീൻ ഉപയോഗിച്ച് അവൻ്റെ തല അവൻ മുറിച്ചു മാറ്റി. പിന്നീട് രക്തം വന്ന് ഒഴുകാൻ തുടങ്ങി. അവനും തലയില്ലാത്തയാളായി മാറി. അവൻ പുറത്തേക്കിറങ്ങിയപ്പോൾ അവന് നടക്കാനേ പറ്റിയില്ല. കണ്ണ് കാണാത്ത പോലെ തലയില്ലാത്തത് കൊണ്ട് അവൻ അപ്പുറത്തും ഇപ്പുറത്തും വീണ് നടക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ എങ്ങനെയൊക്കെയോ തപ്പി നടന്ന് അവൻ്റെ തലയില്ലാത്ത കാമുകിയെ കണ്ടുപിടിച്ചു. അങ്ങനെ തലയില്ലാത്ത കാമുകി അവനെ തൊട്ടു നോക്കിയപ്പോൾ അവന് തലയില്ലാതെ തറഞ്ഞപ്പോൾ അവൾ വളരെ സന്തോഷിച്ചു. അങ്ങനെ അവനെയും താനെ പിടിച്ച് തലയില്ലാത്ത കാമുകിയും തല വെട്ടി ഒഴിവാക്കിയ കാമുകനും രണ്ടുപേരും സന്തോഷത്തോടു കൂടി നടന്നുപോയി.